ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് തായ്ലാൻഡിലെ ഒരു ഓപ്പൺ പാർക്കും അതുപോലെ തന്നെ ഒരു ഓപ്പൺ ജിമ്മുമാണ്. ഇവിടെ പാർക്കിൽ വെളിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ജിമ്മിലെ വിശേഷങ്ങളാണ്. അപ്പോൾ വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓപ്പൺ ജിമ്മാണ്. ഇവിടെ വൈകുന്നേരം നല്ല തിരക്കാണ്. ഞാനൊരു 3:30-4 മണിയോട് കൂടി വന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രയും കൃത്യമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്. കാരണം അല്ലെങ്കിൽ ആൾക്കാരുടെ തിരക്ക് കാരണം ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് വരുന്ന കുട്ടികളാണ്. കാരണം കുട്ടികൾക്കുള്ള ഫെസിലിറ്റിയാണ് ഇവിടെ കൂടുതൽ. ഇതിൻ്റെ അപ്പുറത്ത് ഇതുപോലെ ഒരു ജിമ്മ് വേറെ ഉണ്ട്. അതിൻ്റെ ഓൾറെഡി ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ ഷോർട്ട് വീഡിയോ കാണുക. ഇവിടുത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രായഭേദമന്യേ അവർ എക്സസൈസിന് സമയം കണ്ടെത്താറുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഒട്ടും സമയമില്ലാത്ത ഒരു കാര്യമാണ് എക്സസൈസ്. അവർ മരുന്ന് മേടിക്കാനും മറ്റിനും വേണ്ടി ധാരാളം പൈസ സ്പെൻഡ് ചെയ്ത് കളയുന്നു. എന്നാൽ അതിൻ്റെ കുറച്ച് സമയം മാത്രം അവർ ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എക്സസൈസിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാവുന്നതാണ്. പ്രത്യേകിച്ച് കൊളസ്ട്രോൾ കുറയാനായിട്ട് പലരും നടക്കുന്നുണ്ട്. അത് ശരിയാണ്. എന്നിരുന്നാൽ പോലും എക്സസൈസുകൾ കൃത്യമായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ നല്ല രീതിയിൽ കൺട്രോൾ ആവുന്നതാണ്. ഒരു 30 വർഷം 40 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്നവർക്ക് ഒരുമാതിരിപ്പെട്ട അസുഖങ്ങളൊന്നുമില്ലായിരുന്നു. അവർ ഒരു 70-80 വയസ്സ് വരെയും പറമ്പിൽ അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നൊരു 40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ അസുഖങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ഫുഡിൻ്റെ രീതികളും അതുപോലെ വിഷാംശം കലർന്ന ഫുഡ്, അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ. പണ്ട് എക്സസൈസിന് പകരം പറമ്പിൽ പണിയെടുക്കുമായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അതിന് മെനക്കെടാറില്ല. ഇന്നത്തെ തലമുറ എപ്പോഴും ഫാസ്റ്റ് ഫുഡിനെയാണ് ആശ്രയിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ വരാനുണ്ടാകുന്ന കാരണവും. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ കൊച്ചു പിള്ളേരെ തൊട്ട് ചെറുപ്പത്തിലെ തൊട്ട് അവർ ഈ എക്സസൈസ് ചെയ്യാനായിട്ട് അവർ പരിശീലിക്കും. അതുകൊണ്ട് തന്നെ അവർ എത്ര തിരക്കാണെങ്കിലും ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് മാറ്റിവെക്കും.
ഈ കാണുന്നത് ആ ജിമ്മിൻ്റെ ഇപ്പുറത്തായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ടേബിളും അതിൻ്റെ ചെയറുമാണ്. ഇത്ര 2 ടേബിൾ 2 സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്ഷീണിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വിശ്രമിക്കാവുന്നതാണ്. ഈ കാണുന്നത് ഈ പാർക്കിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ചെടികൾ നല്ല രീതിയിൽ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അത് അതിമനോഹരമാണ്. കണ്ണിന് ഒരു കുളിർമ നൽകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ പാർക്കിനകത്തൂടെ നടക്കത്തക്ക രീതിയിലുള്ള ഒരു നടപ്പാതയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പാർക്കിൻ്റെ ചുറ്റിനും 4 സൈഡിലും റോഡാണ്. അതുപോലെ തന്നെ ഈ പാർക്കിൻ്റെ പുറത്തും സൈഡിൽ കൂടെ നടക്കത്തക്ക രീതിയിലൊരു നടപ്പാതയുണ്ട്. അതുവഴിയും ആൾക്കാർ നടക്കാവുന്നതാണ്. ഈ പാർക്കിനകത്ത് കയറി വേണമെങ്കിലും നടക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പുത്തൻ പുതിയ വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.